ഒന്നിനെക്കുറിച്ചും വേവലാതിപ്പെടാതെ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുമോ? കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഇന്നത്തെ നമ്മുടെ വിഷയം അതാണ്. നമ്മൾ ഭയങ്കരമായി ആഗ്രഹിക്കുന്നൊരു കാര്യം, അതിനോടുള്ള ആ ഒരു പിടിവാശി അങ്ങ് വിട്ടാൽ എങ്ങനെ വിജയത്തിലേക്കെത്താം എന്ന് നമുക്ക് നോക്കാം. ഏകദേശം 1,70,00,000 രൂപ? കേട്ടിട്ട് ഞെട്ടിയോ? ഇത് കഴിഞ്ഞ മാസം വെറും 20 വയസ്സുള്ള ഒരാൾ ഉണ്ടാക്കിയ വരുമാനമാണ്. അപ്പോ ഇതെങ്ങനെ സാധിച്ചു? അതിന്റെ രഹസ്യമാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അതെ, ഇതാണ് ഈ വിവരണത്തിന്റെ ആത്മാവ്. ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാതിരുന്നത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് നയിച്ചത്? നമുക്ക് ഈ വിചിത്രമായ ആശയത്തിന്റെ ചുരുളഴിച്ചു നോക്കാം. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമിതമായ ആഗ്രഹമാണ്. ചില സമയങ്ങളിൽ നമ്മളൊരു കാര്യത്തെ എത്രത്തോളം മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നുവോ അത് അത്രത്തോളം നമ്മളിൽ നിന്ന് അകന്നു പോകും. ശരിക്കും പറഞ്ഞാൽ ഒരു കിളിയെ കൂട്ടിലടച്ച പോലെ അത് പുറത്തു പോകാൻ ആഗ്രഹിക്കും. പണക്കാരനാകണോ? എങ്കിൽ ദിവസവും 8 മുതൽ 12 മണിക്കൂർ വരെ കഷ്ടപ്പെട്ട് പണിയെടുക്കണം. ഇത് നമ്മളെല്ലാവരും സ്ഥിരം കേൾക്കുന്ന ഒന്നല്ലേ? നമ്മുടെ ഈ കഥയിലെ വ്യക്തിയും തുടക്കത്തിൽ ഇത് 100% വിശ്വസിച്ചിരുന്നു. എന്നാൽ ഒരു നിമിഷമൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കഠിനാധ്വാനം ചെയ്യണം എന്നുള്ള വിശ്വാസം തന്നെയാണോ യഥാർത്ഥത്തിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്? ഈ ഒരു ചോദ്യം നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിച്ചേക്കാം. റിസൾട്ടിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുക? 3 വില്ലന്മാർ നമ്മുടെ മനസ്സിലേക്ക് വരും. ഒന്ന് ഭയം, പിന്നെ ഉത്കണ്ഠ, അത് കഴിഞ്ഞാൽ സംശയം. ഈ 3 മതി നമ്മുടെ വിജയത്തിലേക്കുള്ള വഴിയടയ്ക്കാൻ. നമുക്ക് എന്തെങ്കിലും വേണമെന്ന് തോന്നുമ്പോൾ, അത് കിട്ടാതെ വരുമ്പോൾ ഭയം, ഉത്കണ്ഠ, സംശയം എല്ലാം വരും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കുറച്ചൊന്ന് വൈകുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കൂ. യഥാർത്ഥ പ്രശ്നം ഈ പ്രതികരണമാണ്, അല്ലാതെ പുറമേയുള്ള സാഹചര്യമല്ല. അപ്പോ എന്താണ് ഇതിനൊരു പരിഹാരം? അതാണ് വിട്ടുനിൽക്കലിന്റെ നിയമം. വളരെ ലളിതമായി പറഞ്ഞാൽ, ഫലത്തോടുള്ള നമ്മുടെ ആ ഒരു അമിതമായ അടുപ്പം, ആ ഒരു ഭ്രമം അങ്ങ് ഉപേക്ഷിക്കുക. അതായത് ഒരു റിസൾട്ട് എപ്പോൾ കിട്ടണം, എങ്ങനെ കിട്ടണം എന്നൊക്കെയുള്ള നമ്മുടെ പിടിവാശി അങ്ങ് ഉപേക്ഷിക്കുക. പകരം കാര്യങ്ങളെ അതിൻ്റെ ഒരു സ്വാഭാവികമായ ഒഴുക്കിൽ നമ്മളിലേക്ക് വരാൻ അനുവദിക്കുക. ഇതാണ് വിട്ടുനിൽക്കലിന്റെ നിയമത്തിന്റെ അടിസ്ഥാനം. ഈ താരതമ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു വശത്ത് അടുപ്പത്തിന്റെ മാനസികാവസ്ഥ, എനിക്കിത് വേണം എന്നുള്ള ആവശ്യം, ഭയം എല്ലാം നിയന്ത്രിക്കാനുള്ള ഒരു വെപ്രാളം. മറുവശത്തോ വിട്ടുനിൽക്കതിന്റെ ശാന്തമായൊരവസ്ഥ, ഇതെന്റേതാണ് എന്ന ഉറച്ച അറിവ്, വിശ്വാസം, പിന്നെ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ടു പോകാനുള്ളൊരു കഴിവ്. ഈ 2 ലോകങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോ ഈ നിയമം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം? ഉത്തരം വളരെ ലളിതമാണ്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. നമ്മുടെ ആന്തരിക ലോകത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാരണം നമ്മുടെ പുറത്തുള്ള ലോകം നമ്മുടെ ഉള്ളിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. ഇനി കേൾക്കാൻ പോകുന്നത് ശരിക്കും അവിശ്വസനീയമായ ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ജീവിതത്തിൽ ഏറ്റവും മോശമായി പെരുമാറിയ മാസത്തിലാണ് എനിക്കേറ്റവും കൂടുതൽ പണം ലഭിച്ചത്. അതായത് ഇഷ്ടം പോലെ യാത്ര ചെയ്ത് പണം ചെലവഴിച്ച് വെറും 2-3 മണിക്കൂർ മാത്രം ജോലി ചെയ്ത മാസം. എന്തുകൊണ്ടായിരിക്കാം? കാരണം ആ മാസം ഫലത്തെക്കുറിച്ച് യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഈ 2 വഴികൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുറമേയുള്ള കാര്യങ്ങളിലല്ല, എത്ര മണിക്കൂർ ജോലി ചെയ്തു എന്നതിലോ എത്ര പണം കിട്ടി എന്നതിലോ അല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലാണ് ശ്രദ്ധ വേണ്ടത്. നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ വ്യക്തിത്വത്തിൽ, നമ്മുടെ ആത്മവിശ്വാസത്തിൽ. അപ്പോൾ ഇതിലെ ഏറ്റവും നിർണായകമായ പാഠം ഇതാണ്: നമ്മുടെ സമ്പത്ത് വരുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്നല്ല, നമ്മുടെ മാനസികാവസ്ഥയിൽ നിന്നാണ്. നമ്മുടെ ചിന്തയും വിശ്വാസവുമാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്ക് വരാം. എനിക്കിത് വേണം എന്ന ചിന്തയിൽ നിന്ന് മാറി ഇതെന്റേതാണ് എന്ന ഉറച്ച അറിവിലേക്കുള്ള മാറ്റം. ഇത് കേൾക്കുമ്പോൾ ഒരു ചെറിയ മാറ്റമായി തോന്നാമെങ്കിലും ഇതിന്റെ ശക്തി വളരെ വലുതാണ്. ഈ 2 മാനസികാവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. നമുക്ക് എന്തെങ്കിലും വേണം എന്ന് തോന്നുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത് ഇല്ലായ്മയിൽ നിന്നാണ്. അത് നമ്മളിൽ സംശയങ്ങളും ഭയവും ഉണ്ടാക്കും. എന്നാൽ അത് എന്റേതാണ് എന്ന് നമുക്കുറപ്പുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരു ഉറപ്പിൽ നിന്നും സമൃദ്ധിയിൽ നിന്നുമാണ്. ഇത് നമ്മളിൽ ആത്മവിശ്വാസം നിറയ്ക്കും. ആകർഷണ നിയമവും വിട്ടുനിൽക്കലിന്റെ നിയമവും പരസ്പരം എതിരാണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയല്ല. ആകർഷണ നിയമം പറയുന്നതെന്താണ്? നിങ്ങൾ ഒരു കോടീശ്വരനെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. വിട്ടുനിൽക്കലിന്റെ നിയമം പറയുന്നത് നിങ്ങൾ ഒരു കോടീശ്വരനാണെന്ന് സ്വയം വിശ്വസിക്കാൻ നിങ്ങളുടെ കയ്യിൽ പണം വരുന്നതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. രണ്ടും ഒരേ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോ ഇതെന്റേതാണെന്ന ഉറച്ചറിവ് എവിടെ നിന്ന് വരും? ഈ സിദ്ധാന്തമനുസരിച്ച് നമ്മുടെ മനസ്സിലൊരു വലിയ ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാവിയുടെ ഒരു സൂചനയാണ്.
ആ ആഗ്രഹം നമ്മുടെ മനസ്സിൽ വന്നത് തന്നെ അത് നമുക്ക് വിധിച്ചതാണെന്നതിന്റെ തെളിവായി കണക്കാക്കാം. ശരി, അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്നെല്ലാം നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മുടെ പുറം ലോകം എന്നത് നമ്മുടെ ഉള്ളിലെ ചിന്തകളുടെയും വിശ്വാസങ്ങളുടെയും ഒരു കണ്ണാടിയാണ്. ഉള്ളിൽ മാറ്റം വരുത്തിയാൽ തീർച്ചയായും പുറത്തും മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. അപ്പോ ഈ ആശയം എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം? രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. 1. നിങ്ങളുടെ ആഗ്രഹം ഇതിനകം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞ ഒന്നാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. 2. ഫലത്തെക്കുറിച്ച് ടെൻഷനടിക്കുന്നത് നിർത്തി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ മാത്രം 100% ശ്രദ്ധ കൊടുക്കുക. അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കുക. ഒരുപക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ഫലത്തോടുള്ള എന്റെ ഈ പിടിവാശി അതുതന്നെയാണോ എന്നെ ഇത്രയും കാലം പിന്നോട്ടു വലിച്ചുകൊണ്ടിരുന്നത്?